അമേരിക്കയിൽ ജോലിയും പുതിയ കരിയറും ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയായി മാറുകയാണ് പുതിയ വിസ പരിഷ്കരണം. ഇനി മുതൽ H-1B വർക്ക് വിസയ്ക്ക് $1,02,265 അതായത് ഏകദേശം 86 ലക്ഷത്തിലധികം രൂപ അധിക ഫീസ് ഏർപ്പെടുത്താനാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. ഈ പുതിയ നിർദ്ദേശപ്രകാരം H-1B വിസ ഫീസിനൊപ്പം $1 ലക്ഷം ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫീസ് കൂടി ചേരുമ്പോൾ മൊത്തം തുക $2,03,265 ഉയരുന്നതായിരിക്കും. ഇത് വിദേശത്ത് നിന്നും അമേരിക്കയിലേക്ക് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശേഷം അവിടെ തന്നെ ജോലി കണ്ടെത്താനുള്ള സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ ഇതിനകം തന്നെ അമേരിക്കയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം 2025 ഒക്ടോബറിൽ പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 17% ഇടിവുണ്ടായിട്ടുണ്ട് എന്നാണ് വിവരം. 2026 ഏറ്റവും പുതിയ ഔട്ട്ലുക്ക് പ്രകാരം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 1 ലക്ഷത്തിലധികം കുറവുണ്ടാകുമെന്നാണ് പ്രവചനം. ഇതുവഴി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് $3.4 ബില്യൺ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ നീക്കം അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഇടയാകുമെന്നും ഇന്ത്യൻ അമേരിക്കൻ സംഘടനയായ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ സ്റ്റഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്രയും വലിയ തുക അധികമായി നൽകേണ്ടി വരുന്നത് നിയമപരമായ റിക്രൂട്ട്മെന്റുകളെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുമെന്നും ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടി. ഫീസ് ഘടനയിൽ കൂടുതൽ യുക്തിസഹമായ സമീപനം സ്വീകരിക്കണമെന്നും അമേരിക്കയുടെ സാങ്കേതിക നേതൃത്വവും തൊഴിലാളികളുടെ താൽപ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ US സർക്കാർ തയ്യാറാകണമെന്നും ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ സിസ്റ്റം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.